എടവനക്കാട് ഇക്ബാൽ റോഡ് റെസിഡൻസ് അസോസിയേഷൻ 10ാമത് വാർഷികം നടത്തി. വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA സാജിദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകളിൽ ഏറ്റവും മികച്ച ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തായി ഈ എടവനക്കാടിനെ മാറ്റുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? അതാണ് എൻ്റെ ചോദ്യം. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 16 അംഗ ഭരണസമിതി, അതിലൊരാളാണ് നൈസി വക്കോ. മുൻഗണനയിലുള്ള ഒരാളും ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവുമെന്ന് പറയണം. ഉണ്ടാവോ? പിന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞേക്കാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ബേസിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ബേസിലും അതോടൊപ്പം തന്നെ നമ്മുടെ ദേവരാജൻ മാഷും ഉൾപ്പെടെയുള്ള വ്യക്തികള്, ദേവരാജൻ മാഷൊക്കെ എത്രയോ വർഷമായി ഈ സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1996-ലാണ്. ഇപ്പൊ നമ്മള് 2026-ലാണ് എന്ന് പറഞ്ഞാൽ 30 വർഷമായി. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. തർക്കമൊന്നുമില്ല. കുറെ റോഡുകള്, പാലങ്ങള്, അതോടൊപ്പം തന്നെ വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നം നന്നായിട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ മാറ്റങ്ങൾ ഈ 30 വർഷക്കാലത്തെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതൊക്കെയാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിലെ ചില പ്രദേശങ്ങൾ മറ്റ് പ്രദേശങ്ങളെക്കാൾ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഈ 9ാം വാർഡ്, നേരത്തെ 8ാം വാർഡാണ്. 9ാം വാർഡിന്റെ എല്ലാ പ്രദേശവും ഒരുപോലെയല്ല. ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വളരെ ദുരിതപൂർവമായ ജീവിതവും നയിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമ്മുടെ ഈ വാർഡിനകത്തുണ്ട്. പ്രസിഡന്റ് ജോസഫ് ബേസിൽ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഞാൻ വിശിഷ്ട വ്യക്തികളായ ചില ആളുകളെ ഇത് അറിയിച്ചപ്പോൾ 10 വർഷമായ എന്നാണ് ചോദിച്ചത്. അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ 10 വർഷമായിട്ട് ഇങ്ങനെ ചില പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ പരിപാടികളിൽ എല്ലാവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന വളരെ ചുരുക്കം റെസിഡൻസുകളാണ് എടവനക്കാട് പഞ്ചായത്തിലുള്ളത്. അത് പുണ്യകൃഷ്ണൻ അവർക്ക് അറിയാൻ സാധിക്കും. ഞാനിതിൻ്റെ മഹത്വം പറഞ്ഞതല്ല. 19ഓളം കുടുംബങ്ങളും 200 താഴെയുള്ള അംഗങ്ങളുമുള്ള നമ്മുടെ ഈ റെസിഡൻസ് കുറച്ചുകൂടി ശാക്തീകരിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ റെസിഡൻസ് എന്ന് പറയുമ്പോൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പുതിയ പഞ്ചായത്ത് ക്രമത്തിൽ ഏറ്റവും കൂടുതൽ അവരുടേതായ കഴിവുകളും താല്പര്യങ്ങളും ഒക്കെ ചെലവഴിക്കേണ്ട പുതിയ നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷനിൽ സാന്ത്വന പരിചരണവും ഒപ്പം തന്നെ നാടിൻ്റെ വികസനത്തിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടും വരുന്ന ഘട്ടങ്ങൾ ഇനിയും ഉണ്ടാകാം. അപ്പോഴെല്ലാം നിങ്ങളുടെ സഹകരണവും ഭാരവാഹികളോടുള്ള നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. കുസാറ്റ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഹാത്ത മുഖ്യപ്രഭാഷണം നടത്തി. പൈപ്പിൻ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മനയെഴുത്ത്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് TA ജോസഫ്, അപെക്സ് പ്രസിഡന്റ് MA ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ നൈസി വക്കോ, സെക്രട്ടറി സലീഷ് ദിവൻസി, ഷിബു ചക്കാട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിഭകളെ ആദരിക്കലും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു.